ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചതുരക്കണക്കുകൾ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മാത്സിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാലും മതി, അതിലും ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സമചതുരങ്ങളും ചതുരങ്ങളും. ചെറിയ സമചതുരങ്ങൾ ചേർത്ത് വെച്ച് വലിയ ചതുരങ്ങൾ ഉണ്ടാക്കുകയാണ് കുട്ടികൾ. നോക്കിക്കേ, അവിടെ 7 കുട്ടികൾ ഉണ്ടാക്കിയ ചതുരങ്ങൾ നിങ്ങൾക്ക് കാണാം. 6 കുട്ടികൾ ഉണ്ടാക്കിയ ചതുരങ്ങൾ നിങ്ങൾക്ക് കാണാം. അവർ ചെറിയ ചെറിയ സമചതുരങ്ങൾ കൂട്ടി വെച്ചാണ് ഈ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊച്ചു സമചതുരങ്ങളുടെ എല്ലാം വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്ററാണ്. അതായത് 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണുള്ളത്. ചിത്രത്തിലെ ചതുരങ്ങളുടെ എല്ലാം നീളവും ഉയരവും എഴുതാമോ? ഉദാഹരണമായി ഈ ചതുരം നോക്കുക. അതായത് ഇതിൽ ആദ്യത്തെ ചതുരത്തിൽ നമുക്ക് ഓറഞ്ച് കട്ടയുടെ അല്ലെങ്കിൽ ഓറഞ്ച് ചതുരത്തിൻ്റെ നീളവും വീതിയും 1 പച്ചയുടെയും ഇതും 1. അപ്പോൾ അതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 1 1 1 അല്ലേ? അപ്പോൾ 3 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ഉയരത്തിലോ ഒരു ഓറഞ്ചും ഒരു പച്ചയും ആണുള്ളത്. അപ്പോൾ 1 1 കൂട്ടണം 1 കൂട്ടണം 1 2. അപ്പോൾ ഉയരം 2 സെൻറ്റിമീറ്ററുമാണ്. രണ്ടാമത്തെ ചതുരത്തിലും അതുപോലെ തന്നെ കണ്ടോ. ഇതുപോലെ എല്ലാ ചതുരങ്ങളുടെയും നീളവും ഉയരവും കണക്കാക്കുക. സിമ്പിളല്ലേ മക്കളെ? നോക്കിക്കേ, ഈ ചതുരത്തിൽ നമുക്ക് നീലയും മഞ്ഞയും ആണുള്ളത്. 1 1 1 2 3 നീലയും 3 മഞ്ഞയും. അപ്പോൾ 3 കൂട്ടണം 3 6. നീളം 6 സെൻറ്റിമീറ്ററാണ്. ഉയരം 1 അല്ലേ? ഒരു ചതുരത്തിൻ്റെ ഉയരമേ മുകളിലേക്കുള്ളൂ. അപ്പോൾ 1 സെൻറ്റിമീറ്ററാണ്. രണ്ടാമത്തേതിൻ്റെ നീളം 3. അതായത് 1 2 3 1 1 1 അങ്ങനെ 3. ഉയരം 2 ചതുരങ്ങളാണ് മുകളിലേക്കുള്ളത്. അപ്പോൾ 2 സെൻറ്റിമീറ്ററാണ്. മൂന്നാമത്തേത് 3 ചതുരങ്ങളാണ് നേരെയുള്ളത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 3 സെൻറ്റിമീറ്റർ ഉയരവുമാണ്. നാലാമത്തെ ചതുരത്തിൻ്റെ അതുപോലെ എണ്ണി നോക്കൂ. നമുക്ക് 9 ചതുരങ്ങൾ കാണാം. അതുകൊണ്ട് 9 സെൻറ്റിമീറ്ററാണ് നീളം, ഉയരം 1 സെൻറ്റിമീറ്ററാണ് അല്ലേ? ഒരു ചതുരത്തിൻ്റെ അല്ലേ ഉയരമുള്ള മുകളിലേക്ക്. അടുത്തത് അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്ററാണ് നീളം, ഉയരം 3 സെൻറ്റിമീറ്ററാണ്. അടുത്തത് എണ്ണി നോക്കുമ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ ഉയരവും കാണാം. അവസാനത്തെ ചതുരത്തിൻ്റേതോ നീളം എണ്ണി നോക്കുമ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ എന്നും ഉയരം മുകളിലേക്ക് 1 സെൻറ്റിമീറ്റർ എന്നുമാണ് ഉള്ളത്. അകത്തെ അളവ്. ഇനി പട്ടികയിലെ 1ാമത്തെയും 5ാമത്തെയും ചതുരങ്ങൾ നോക്കൂ. നമുക്കിവിടെ തന്നിട്ടുണ്ട്. 2 ചതുരത്തിൻ്റെയും ചുറ്റളവ് 14 സെൻറ്റിമീറ്റർ അല്ലേ? എങ്ങനെയാണ് കണ്ടത്? ചുറ്റുമുള്ള അളവാണ് എന്ത്? ചുറ്റളവ് എന്ന് പറയുന്നത്. അതായത് നീളം, ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം എത്രയാണ്? 6. വീതിയല്ല, ഉയരം 1. അപ്പോൾ 6 കൂട്ടണം 6 കൂട്ടണം 1 കൂട്ടണം 1 അങ്ങനെ 14 സെൻറ്റിമീറ്ററാണ്. പിന്നെ രണ്ടാമത്തേതുണ്ട് അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ ഉയരം അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ വീതിയുമാണുള്ളത്. അപ്പോൾ 4 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 3 അതും 14 സെൻറ്റിമീറ്ററാണ്. പക്ഷേ ഇടത്തെ ചതുരം 6 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതാണ്. വലത്തെ ചതുരം 12 സമചതുരങ്ങളും. അപ്പോൾ 14 സെൻറ്റിമീറ്റർ നീളമുള്ള 2 നൂലുകൾ 2 തരത്തിൽ മുറിച്ച് ചതുരങ്ങളുടെ അതിരുകൾ ഉണ്ടാക്കിയാൽ ചതുരങ്ങളുടെ ഉള്ളിലുള്ള സ്ഥലത്തിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ ഉള്ളിലുള്ള സ്ഥലത്തിൻ്റെ അളവാണ് നമുക്കിവിടെ രണ്ടാമത്തെ ചിത്രമായിട്ട് ചിത്രീകരണത്തിൽ തന്നിട്ടുള്ളത്. ആദ്യത്തേത് 6 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും, രണ്ടാമത്തേത് 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും. അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള പരപ്പ് അല്ലെങ്കിൽ ഉള്ളിലുള്ള വിസ്താരം കൂടുതൽ ഏതാണ്? രണ്ടാമത്തെ ചതുരത്തിനാണ് അല്ലേ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇടത് ചതുരത്തേക്കാൾ കൂടുതൽ പരന്നതാണ് വലത് ചതുരം. കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ, കുറച്ചുകൂടെ പരന്നതാണ് അല്ലേ? നീളമളക്കാൻ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നിങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച നീളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ മുൻകൂട്ടി നിശ്ചയിച്ച സമചതുരങ്ങൾ ഉപയോഗിച്ചാണ് പരപ്പ് അളക്കുന്നത്. ഉദാഹരണമായി വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ എന്ന് പറയാം. നമുക്ക് 1 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ്, അതായത് 1 സെൻറ്റിമീറ്ററും മറ്റതും അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്ററും, അങ്ങനെയുള്ള 2 ചതുരങ്ങളുടെ പരപ്പളവ് 2 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. 3 ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 3 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് എന്നിങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തെ ചതുരത്തിൻ്റെ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണ്.
അപ്പോൾ അതിന് നമുക്ക് പരപ്പളവ് 1 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയാം. രണ്ടാമത്തേത് 2 ചതുരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്, അതിനെ 2 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയാം. മൂന്നാമത്തേത് 3 ചതുരങ്ങൾ, അത് 3 ചതുരങ്ങൾ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഓരോ സെൻറ്റിമീറ്റർ വീതമായ ചതുരങ്ങൾ ചേർത്ത് വെച്ചതാണ്. അതുകൊണ്ട് മൂന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് 3 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. നാലാമത്തേത് 2 തരത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. നീളം 4 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമായിട്ടും, അതുപോലെ നീളവും വീതിയും 2 സെൻറ്റിമീറ്റർ വീതവും. എങ്ങനെയാണെങ്കിലും പരപ്പളവ് എന്താണ്? 4 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി ആദ്യം കണ്ട ചതുരങ്ങളുടെ പട്ടികയിൽ പരപ്പളവും കൂടി നമുക്ക് ചേർക്കാം. ഒന്നാമത്തെ ചതുരം നോക്കൂ, 6 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ ഉയരവുമാണ്. അതിൻ്റെ ചുറ്റളവ് 14 സെൻറ്റിമീറ്ററും പരപ്പളവ് 6 ചതുരശ്ര സെൻറ്റിമീറ്ററുമാണ്. രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്ററും ഉയരം 2 സെൻറ്റിമീറ്ററും. അപ്പോൾ ചുറ്റളവ് എത്ര വരും മക്കളെ? 3 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 2 എന്ന് വെച്ചിട്ട് വരും അല്ലേ? 6 കൂട്ടണം 4 10 സെൻറ്റിമീറ്ററാണ് എൻ്റെ ചുറ്റളവ്. പരപ്പളവ് 6 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. കണ്ടല്ലോ, 6 അതുപോലെയുള്ള 6 കുഞ്ഞു ചതുരങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ 6 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് നമുക്ക് പറയാം. മൂന്നാമത്തേത് 3 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ ഉയരവുമാണുള്ളത്. ചുറ്റളവ് എത്രയാണ്? 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3 12 സെൻറ്റിമീറ്റർ ആണ്. പരപ്പളവോ ഉള്ളിൽ 9 ചതുരങ്ങളാണുള്ളത്. അതുകൊണ്ട് പരപ്പളവ് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. നാലാമത്തെ ചതുരവും അതുപോലെ നീളം 9 സെൻറ്റിമീറ്ററും ഉയരം 1 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ചുറ്റളവ് എത്രയാണ്? 9 കൂട്ടണം 9 കൂട്ടണം 1 കൂട്ടണം 1 18 കൂട്ടണം 2 സമം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. പരപ്പളവ് ഉള്ളിൽ എത്ര ചതുരങ്ങളുണ്ട് മക്കളെ? 9 ചതുരങ്ങളുണ്ട്. അതുകൊണ്ട് പരപ്പളവ് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത ചതുരം 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ ഉയരവുമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് 4 കൂട്ടണം 4 കൂട്ടണം 3 കൂട്ടണം 3. ഓക്കെ, അപ്പോൾ എത്രയാണ്? 8 കൂട്ടണം 6 8ലേക്ക് 6 കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ? 14 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. പരപ്പളവ് ഉള്ളിൽ എത്ര ചതുരങ്ങളുണ്ട്? 12 ചതുരങ്ങളുണ്ട്. അപ്പോൾ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ചതുരത്തിൽ നീളം 6 സെൻറ്റിമീറ്ററും ഉയരം 2 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് വരിക 6 കൂട്ടണം 6 കൂട്ടണം 2 കൂട്ടണം 2 12 കൂട്ടണം 4 16 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. പരപ്പളവ് വരുന്നത് ഉള്ളിൽ എത്ര ചതുരങ്ങളുണ്ടെന്ന് എണ്ണി നോക്കുന്നു. അപ്പോൾ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അവസാനത്തേത് നീളം 12 സെൻറ്റിമീറ്ററും ഉയരം 1 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് വരുന്നത് 12 കൂട്ടണം 12 കൂട്ടണം 1 കൂട്ടണം 1 അപ്പോൾ 26 സെൻറ്റിമീറ്റർ ആണ്. പരപ്പളവ് ഉള്ളിലാകെ 12 ചതുരങ്ങളാണുള്ളത്. അതുകൊണ്ട് പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. വലിയ ചതുരങ്ങളുടെ, അതായത് കളിക്കളങ്ങൾ, കെട്ടിടങ്ങളിലെ മുറികൾ തുടങ്ങിയവയുടെ വശങ്ങൾ അളക്കുന്നത് മീറ്ററിലാണല്ലോ. ഇത്തരം ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കുന്നത് വശങ്ങളുടെ നീളം 1 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ അടിസ്ഥാനത്തിലാണ്. വശങ്ങളുടെ നീളം 1 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ചെറിയ അളവുകളാണെങ്കിൽ പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ത് വരും? 1 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് വരും. വലിയ അളവാണെങ്കിൽ സെൻറ്റിമീറ്ററിന് പകരം മീറ്റർ ആവും. അപ്പോൾ 1 ചതുരശ്ര മീറ്റർ എന്ന് വരും കേട്ടോ. ചെറിയ ചതുരങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 2 ചതുരശ്ര മീറ്റർ, 3 ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 3 ചതുരശ്ര മീറ്റർ എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത്. അതായത് ആ വലിയ ചതുരത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ചെറിയ ചെറിയ എത്ര ചതുരങ്ങൾ വയ്ക്കാൻ പറ്റുമോ, എത്ര സമചതുരങ്ങൾ വയ്ക്കാൻ പറ്റുമോ അത്ര ചതുരശ്ര മീറ്ററാണ് ആ ചതുരത്തിൻ്റെ പരപ്പളവ് എന്നാണ് നമ്മൾ പറയുന്നത്. ചതുരക്രിയകൾ. ഈ ചതുരം നോക്കൂ, 3 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ നീളവുമാണുള്ളത്. ഇതിൻ്റെ ചുറ്റളവ് എത്രയാണ്? വശങ്ങളുടെ നീളം ഓരോന്നായി കൂട്ടിയാൽ മതി അല്ലേ? 5 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 3 സമം 16 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ എന്ന് കണക്കാക്കാം. അല്ലെങ്കിൽ ഒരേ നീളമുള്ള വശങ്ങൾ ഒന്നിച്ചെടുത്ത് 5ൻ്റെ 2 മടങ്ങും 3ൻ്റെ 2 മടങ്ങുമായി കൂട്ടാം. അതായത് നമുക്ക് ഈ എഴുതിയ ഓർഡറിനെ നമുക്ക് 5 കൂട്ടണം 5 കൂട്ടണം 3 കൂട്ടണം 3 എന്ന് എഴുതാം. 5നെ 2 കൊണ്ട് ഗുണിക്കുകയാണ് 5 കൂട്ടണം 5 എന്ന് പറഞ്ഞാൽ. 3നെ 2 കൊണ്ട് ഗുണിക്കുകയാണെന്ത്? 3 കൂട്ടണം 2 എന്ന് പറഞ്ഞു. 3 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ നമുക്ക് 5 ഗുണിക്കണം 2 കൂട്ടണം 3 ഗുണിക്കണം 2 എന്ന് എഴുതാം. 10 കൂട്ടണം 6 സമം 16. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലേ. എന്താണ്? 5ൻ്റെ 2 മടങ്ങും 3ൻ്റെ 2 മടങ്ങും ചേർന്നാൽ 8ൻ്റെ 2 മടങ്ങായി. അതായത് 5 ഗുണിക്കണം 2 കൂട്ടണം 3 ഗുണിക്കണം 2 എന്നതിനെ നമുക്ക് 5 കൂട്ടണം 3 ഗുണിക്കണം 2 എന്ന് എഴുതാം. ഈ 2 വശങ്ങളും ആദ്യം കൂട്ടുക, എന്നിട്ട് പൊതുവായി 2 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ മനസ്സിലായോ? 8 ഗുണിക്കണം 2 സമം 16.
അപ്പോൾ എങ്ങനെ നോക്കിയാലും ഉത്തരം 16 തന്നെയാണ് വരുന്നത്. അപ്പോൾ ചുറ്റളവ് കാണാൻ പല രീതികളുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ മക്കളെ. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് ചുറ്റളവിൻ്റെ എങ്ങനെയാണ് നമുക്ക് ചുറ്റളവിനെ എഴുതുക എന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. വശങ്ങളുടെ നീളം 10 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമായ ചതുരത്തിൻ്റെ ചുറ്റളവ് ഈ രീതിയിൽ കണക്കാക്കാമോ? 10 കൂട്ടണം 5 പൊതുവായിട്ട് 2 കൊണ്ട് ഗുണിക്കുക. 10 കൂട്ടണം 5 15 അതിലേക്ക് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ്. പൊതുവെ പറഞ്ഞാൽ ചതുരത്തിൻ്റെ ചുറ്റളവ് വശങ്ങളുടെ നീളങ്ങളുടെ തുകയുടെ 2 മടങ്ങാണ്. അതായത് ചതുരത്തിൻ്റെ 2 വശങ്ങൾ ആദ്യം കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കുക. ഇതുപയോഗിച്ച് വശങ്ങളുടെ നീളം ചുവടെ പറയുന്നവ ആയ ചതുരങ്ങളുടെ ചുറ്റളവ് മനസ്സിൽ തന്നെ കണക്കാക്കാമല്ലോ. നമുക്ക് നോക്കാം. 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. അപ്പോൾ 6 കൂട്ടണം 3 പൊതുവായി 2 കൊണ്ട് ഗുണിക്കുക. 6ലേക്ക് 3 കൂട്ടിയാൽ 9 9 ഗുണിക്കണം 2 18 സെൻറ്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ്. അടുത്തത് 13 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയും. അപ്പോൾ 13 കൂട്ടണം 7 20 പൊതുവായി 2 കൊണ്ട് ഗുണിക്കുക. 20 ഗുണിക്കണം 2 40 സെൻറ്റിമീറ്റർ. മൂന്നാമത്തേത് 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 കൂട്ടണം 6 ഗുണിക്കണം 2 6 കൂട്ടണം 6 12 അതിലേക്ക് 2 ഗുണിക്കുമ്പോൾ 24 സെൻറ്റിമീറ്റർ. അടുത്തത് 25 മീറ്റർ 15 മീറ്റർ. അപ്പോൾ 25 കൂട്ടണം 15 ഗുണിക്കണം 2 25ലേക്ക് 15 കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ? 40. എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 80 മീറ്റർ ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് നോക്കുക, അവിടെ മീറ്ററാണ്. അപ്പോൾ 80 മീറ്റർ ആയിരിക്കും ചുറ്റളവ്. അടുത്തത് 34 മീറ്റർ 16 മീറ്റർ. 34 കൂട്ടണം 16 പൊതുവായി 2 കൊണ്ട് ഗുണിക്കുക. 34 കൂട്ടണം 16 50 50 ഗുണിക്കണം 2 സമം 100 മീറ്ററാണ് ചുറ്റളവ്. ഇനി നേരത്തെ കണ്ട ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുന്നത് എങ്ങനെ? അതായത് നേരത്തെ നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമായ ചതുരത്തെ കണ്ടില്ലേ? അതിന് വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുരങ്ങൾ എത്രയെണ്ണം ഇതിനുള്ളിൽ നിറയ്ക്കാം എന്ന് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം ഇത്തരം ചതുരങ്ങൾ താഴത്തെ വശത്തിനോട് ചേർത്ത് വെച്ച് നോക്കാം. എത്രയെണ്ണം വയ്ക്കാം? താഴെ നമുക്ക് 5 എണ്ണവും മുകളിലേക്ക് നമുക്ക് 3 എണ്ണവുമാണ് വെക്കാൻ പറ്റുന്നത് അല്ലേ? അതുപോലെ എത്ര വരികൾ മുകളിലേക്ക് വെക്കാം? നമ്മൾ പറഞ്ഞു 3 വരികളാണ് മുകളിലേക്ക് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 5 എണ്ണം താഴെയും 3 എണ്ണം മുകളിലും. ഓരോ വരിയിലും 5 സമചതുരങ്ങൾ വീതം 3 വരികൾ. ആകെ 5ൻ്റെ 3 മടങ്ങ്, അതായത് 5 ഗുണിക്കണം 3 15 ചതുരങ്ങൾ വയ്ക്കാം. പരപ്പളവ് 15 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതുപോലെ ചുവടെയുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാമോ? 6 സെൻറ്റിമീറ്ററാണ് നീളം, 2 സെൻറ്റിമീറ്ററാണ് വീതി. അപ്പോൾ 6 ചതുരങ്ങൾ താഴെയും 2 ചതുരങ്ങൾ വീതം മുകളിലേക്കും വയ്ക്കാം. അല്ലെങ്കിൽ 6 ഗുണിക്കണം 2 ചെയ്താൽ മതി. 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും പരപ്പളവ്. ചുരുക്കത്തിൽ വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ ആയ സമചതുരങ്ങൾ താഴത്തെ വശത്തോട് ചേർത്ത് ചതുരത്തിനുള്ളിൽ എത്രയെണ്ണം വയ്ക്കാം? നമ്മൾ പറഞ്ഞു അല്ലേ? 6 എണ്ണം. എത്ര വരികൾ മുകളിലേക്ക് വയ്ക്കാം? 2 എണ്ണം. ആകെ എത്ര സമചതുരം? 6 ഗുണിക്കണം 2 12 ചതുരങ്ങൾ വയ്ക്കാം. അപ്പോൾ പരപ്പളവ് എത്രയാണ്? 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ക്രിയയെ നമുക്ക് പൊതുവെ എങ്ങനെ പറയാം? ചതുരത്തിൻ്റെ പരപ്പളവ് വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ്. അതായത് ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് പരപ്പളവ് കിട്ടും. ഇവിടെ ഓർക്കേണ്ട കാര്യം, വശങ്ങളുടെ നീളം സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് ചതുരശ്ര സെൻറ്റിമീറ്ററിലാണ്. വശങ്ങളുടെ നീളം മീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് ചതുരശ്ര മീറ്ററിലാണ്. യൂണിറ്റ് മാറ്റം വരും കേട്ടോ. ഈ കണക്കുകൾ ചെയ്തു നോക്കൂ. വശങ്ങളുടെ നീളം ചുവടെ പറയുന്നവ ആയ ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. പരപ്പളവ് എത്രയായിരിക്കും? 6 ഗുണിക്കണം 3 സമം 18 ചതുരശ്ര സെൻറ്റിമീറ്റർ. രണ്ടാമത്തേത് 12 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. പരപ്പളവ് സമം 12 ഗുണിക്കണം 5 സമം 60 ചതുരശ്ര സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. 10 ഗുണിക്കണം പരപ്പളവ് സമം 10 ഗുണിക്കണം 10 സമം 100 ചതുരശ്ര സെൻറ്റിമീറ്റർ. 8 മീറ്റർ 5 മീറ്റർ. പരപ്പളവ് സമം 8 ഗുണിക്കണം 5 സമം 40 ചതുരശ്ര മീറ്റർ. ഓക്കെ, സെൻറ്റിമീറ്റർ അല്ല, ചതുരശ്ര മീറ്റർ. അടുത്തത് 11 മീറ്റർ 7 മീറ്റർ. അപ്പോൾ പരപ്പളവ് സമം 11 ഗുണിക്കണം 7 സമം 77 ചതുരശ്ര മീറ്റർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന പരപ്പളവും ചുറ്റളവുമുള്ള ചതുരങ്ങൾ വരയ്ക്കുക. ഓക്കെ, അത് ചതുരങ്ങൾ വരയ്ക്കേണ്ട ചിത്രമാണ്. ആദ്യം 12 ചതുരശ്ര സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററും, അതായത് പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 14 സെൻറ്റിമീറ്ററുമാണ്. അതായത്
ചതുരത്തിൻ്റെ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 12ഉം രണ്ട് വശങ്ങളും കൂട്ടി അതിനെ 2 കൊണ്ട് പൊതുവായി ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ 4 വശങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ 14 നമുക്ക് കിട്ടണം. അങ്ങനെയുള്ള ചതുരം ഏതാണ് മക്കളെ? ചതുരത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും അല്ലേ? അപ്പോൾ 3 ഗുണിക്കണം 4 സമം 12 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് പരപ്പളവ്. ചുറ്റളവ് 3 കൂട്ടണം 4 കൂട്ടണം 3 കൂട്ടണം 4 14 സെൻറ്റിമീറ്ററാണ്. രണ്ടാമത്തെ ചതുരം 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവും 16 സെൻറ്റിമീറ്റർ ചുറ്റളവും. അതായത് വശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 12ഉം 4 വശങ്ങളും കൂട്ടുമ്പോൾ 16ഉം കിട്ടണം. അപ്പോൾ ഏതാണ്? നീളം 6 സെൻറ്റിമീറ്റർ, വീതി 2 സെൻറ്റിമീറ്റർ. നോക്കിക്കേ, നീളം ഗുണിക്കണം വീതി 6 ഗുണിക്കണം 2 സമം പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ കിട്ടുന്നില്ലേ? ചുറ്റളവ് 6 കൂട്ടണം 2 കൂട്ടണം 6 കൂട്ടണം 2 സമം 16 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട്. മൂന്നാമത്തേത് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവും 26 സെൻറ്റിമീറ്റർ ചുറ്റളവും. അതായത് രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 12ഉം 4 വശങ്ങളും കൂട്ടുമ്പോൾ 26ഉം കിട്ടണം. അങ്ങനെയുള്ള ചതുരം ഏതാണ്? നീളം 12 സെൻറ്റിമീറ്റർ, വീതി 1 സെൻറ്റിമീറ്റർ. നോക്കിക്കേ, 1 സെൻറ്റിമീറ്റർ. നോക്കിക്കേ, 12 ഗുണിക്കണം 1 സമം 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് കിട്ടുന്നുണ്ട്. 12 കൂട്ടണം 1 കൂട്ടണം 12 കൂട്ടണം 1 സമം 26 സെൻറ്റിമീറ്റർ ചുറ്റളവ് കിട്ടുന്നുണ്ട്. അടുത്തത് 5 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവും 12 സെൻറ്റിമീറ്റർ ചുറ്റളവും. അതായത് വശങ്ങൾ രണ്ടും ഗുണിക്കുമ്പോൾ 5 ചതുരശ്ര സെൻറ്റിമീറ്ററും 4 വശങ്ങളും കൂട്ടുമ്പോൾ 12 സെൻറ്റിമീറ്ററും കിട്ടണം. അങ്ങനെ വരുന്ന ചതുരം ഏതാണ്? നീളം 5 സെൻറ്റിമീറ്ററും വീതി അല്ലെങ്കിൽ ഉയരം 1 സെൻറ്റിമീറ്ററും. അപ്പോൾ 1 ഗുണിക്കണം 5 സമം 5 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് വരുന്നുണ്ട്. 5 കൂട്ടണം 1 കൂട്ടണം 5 കൂട്ടണം 1 സമം 12 സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുന്നുണ്ട്. അഞ്ചാമത്തേത് 8 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് 12 സെൻറ്റിമീറ്റർ ചുറ്റളവ്. അതായത് രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 8 ചതുരശ്ര സെൻറ്റിമീറ്ററും 4 വശങ്ങളും കൂട്ടുമ്പോൾ 12 സെൻറ്റിമീറ്ററും കിട്ടണം. അങ്ങനെയുള്ള ചതുരമാണ് എന്ത്? നീളം 4 സെൻറ്റിമീറ്റർ, വീതി 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ഗുണിക്കണം 4 സമം നമുക്ക് 8 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് കിട്ടുന്നുണ്ട്. 4 കൂട്ടണം 2 കൂട്ടണം 4 കൂട്ടണം 2 സമം 12 സെൻറ്റിമീറ്റർ ചുറ്റളവ് കിട്ടുന്നുണ്ട്. അടുത്തത് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ നീളവും പരപ്പളവും 12 സെൻറ്റിമീറ്റർ ചുറ്റളവും. അങ്ങനെയുള്ള ചതുരം ഏതാണ്? 4 വശങ്ങളും 3 സെൻറ്റിമീറ്റർ വീതമായ ചതുരമാണ് അങ്ങനെ വരുന്നത്. അതായത് 3 ഗുണിക്കണം 3 ചെയ്യുമ്പോൾ നമുക്ക് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് കിട്ടുന്നുണ്ട്. 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3 ചെയ്യുമ്പോൾ 12 സെൻറ്റിമീറ്റർ ചുറ്റളവും കിട്ടുന്നുണ്ട്. മറ്റു ചില രൂപങ്ങൾ. ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം നോക്കൂ. ഇതിൽ പല നീളവും പല വീതിയുമാണ് അല്ലേ? ഈ രൂപമുണ്ടാക്കാൻ എത്ര നീളത്തിലുള്ള ഈർക്കിൽ വേണം? നമുക്ക് എല്ലാറ്റിൻ്റെയും നീളം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടും പറ്റും അല്ലേ? നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിൽ വേണം, 4 സെൻറ്റിമീറ്ററിൻ്റെ ഒന്ന് വേണം, 2 സെൻറ്റിമീറ്ററിൻ്റെ 3 ഈർക്കിൽ കഷ്ണങ്ങളും 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിൽ കഷ്ണവും ഉണ്ടായാൽ നമുക്ക് ഈ രൂപം ഉണ്ടാക്കാം. എല്ലാം കൂട്ടിയാൽ 4 കൂട്ടണം 5 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 2 സമം 18 എന്ന് കിട്ടും. അതായത് ആകെ 18 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈർക്കിൽ മുറിച്ച് ഈ നീളങ്ങളുള്ള 6 കഷ്ണങ്ങളായി മുറിച്ചാൽ മതി. ഓക്കെ, 4 സെൻറ്റിമീറ്ററിലുള്ള ഒരു കഷ്ണം, 5 സെൻറ്റിമീറ്ററിലുള്ള ഒരു കഷ്ണം, 2 സെൻറ്റിമീറ്ററിലുള്ള 3 കഷ്ണം, 3 സെൻറ്റിമീറ്ററുള്ള ഒരു കഷ്ണം, ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. മറ്റൊരു രീതിയിലും ഈ രൂപം ഉണ്ടാക്കാം. ആദ്യം ഇങ്ങനെയൊരു ചതുരം ഉണ്ടാക്കുക. അതായത് 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം ഉണ്ടാക്കുക. മുകൾ വശത്തിലും വലതുവശത്തിലും ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ നീളങ്ങൾ അടയാളപ്പെടുത്തി ഒടിച്ചു മാറ്റുക. അതായത് മുകളിൽ നിന്ന് 2 സെൻറ്റിമീറ്ററിലും താഴേക്ക് 3 സെൻറ്റിമീറ്ററിലും നീളം വരുന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം ഒടിച്ചു മാറ്റുക. ഇനി മുറിച്ചു മാറ്റിയ കഷ്ണങ്ങൾ ചുവടെ കാണുന്നത് പോലെ തിരിച്ചു വെച്ചാൽ ആദ്യം കണ്ട രൂപമാവും. ഓക്കെ, അത് നിങ്ങൾ ഈർക്കിൾ കൊണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഈർക്കിൾ മുഴുവൻ ഈ രൂപം ഉണ്ടാക്കാനും ഉപയോഗിച്ചല്ലോ. അതെ അല്ലേ? അപ്പോൾ ആ ചതുരത്തിൽ എത്ര ഈർക്കിൾ വേണോ അത്ര തന്നെ ഈർക്കിൾ നമുക്ക് ഈ രൂപത്തിലും വേണം. കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയ ചതുരത്തിനും ഈ രൂപത്തിനും ഒരേ ചുറ്റളവാണ്. ഇനി ഇതേ രൂപം കടലാസിൽ വെട്ടിയെടുത്താലോ? ഇതിൻ്റെ പരപ്പളവ് എത്രയാണ്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ഈ രൂപത്തെ നമുക്ക് 2 ചതുരങ്ങളാക്കി മാറ്റി മുറിക്കാം. കണ്ടോ, നടുവിലൂടെ ഒരു വര വരച്ചാൽ ഈ രൂപം 2 ചതുരങ്ങളായില്ലേ?
അതായത് നീളം 3 സെന്റിമീറ്ററും വീതി 2 സെന്റിമീറ്ററുമായ ഒരു ചതുരവും നീളം 4 സെന്റിമീറ്ററും വീതി 2 സെന്റിമീറ്ററുമായ മറ്റൊരു ചതുരവും. അപ്പോൾ മൊത്തം പരപ്പളവ് കണക്കാക്കാൻ നമുക്ക് ഈ രണ്ട് ചതുരങ്ങളുടെ പരപ്പളവുകൾ കണ്ടിട്ട് അത് തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഈ താഴെയുള്ള ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? നീളം 4ഉം വീതി 2ഉമാണ്. അപ്പൊ 4 ഗുണിക്കണം 2. മുകളിലുള്ള ചതുരത്തിന് നീളം 3ഉം വീതി 2ഉമാണ്. അപ്പൊ 3 ഗുണിക്കണം 2 അല്ലെങ്കിൽ 2 ഗുണിക്കണം 3 സമം 6. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. 8 കൂട്ടണം 6 സമം 14. അപ്പൊ ഈ രൂപത്തിന്റെ ആകെ പരപ്പളവ് 14 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. മറ്റൊരു വിധത്തിലും ഇത് കണക്കാക്കാം. ഈ രൂപം ഉണ്ടാക്കാൻ ഒരു വലിയ ചതുരം വെട്ടിയെടുത്ത് അതിൽ നിന്നൊരു ചെറിയ ചതുരം വെട്ടി മാറ്റിയാലും മതി. അതായത് നീളം 5 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററുമായ വലിയൊരു ചതുരം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നീളം 3 സെന്റിമീറ്ററും വീതി 2 സെന്റിമീറ്ററുമായ ഒരു ചതുരം മുകളിൽ നിന്ന് വെട്ടിയെടുക്കുന്നു. അപ്പോൾ മിച്ചമുള്ള ഭാഗത്തെ പരപ്പളവ് വലിയ ചതുരത്തിന്റെ പരപ്പളവിൽ നിന്ന് ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് കുറച്ചതാണ്. അതായത് വലിയ ചതുരത്തിന്റെ പരപ്പളവ് 4 ഗുണിക്കണം 5 ആണ്. ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് 2 ഗുണിക്കണം 3 ആണ്. ഈ 4 ഗുണിക്കണം 5ൽ നിന്ന് 2 ഗുണിക്കണം 3 കുറയ്ക്കുന്നു. 20 കുറയ്ക്കണം 6 സമം 14 ആണ്. 2 ചെയ്താലും ഉത്തരം 14 ചതുരശ്ര സെന്റിമീറ്റർ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഒരു ചതുരത്തിൽ നിന്ന് ചെറിയൊരു ചതുരം വെട്ടിമാറ്റിയപ്പോൾ പരപ്പളവ് കുറഞ്ഞെങ്കിലും ചുറ്റളവിൽ മാറ്റമൊന്നും വന്നില്ല. പരപ്പളവ് കുറയുകയും എന്നാൽ ചുറ്റളവ് കൂടുകയും ചെയ്യുന്ന തരത്തിൽ ഒരു ചതുരത്തിൽ നിന്ന് മറ്റൊരു ചതുരം വെട്ടിയെടുക്കാൻ പറ്റുമോ? ആലോചിച്ചു നോക്കൂ. ഇനി അവസാനമായി നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ചുവടെയുള്ള രൂപങ്ങളുടെ എല്ലാം പരപ്പളവും ചുറ്റളവും കണക്കാക്കുക. ആദ്യത്തെ രൂപം ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ രൂപത്തെ എത്ര ചതുരങ്ങളാക്കി മാറ്റാമെന്ന് ആദ്യം നോക്കാം. 3 ചതുരങ്ങളാക്കി മാറ്റാം അല്ലേ? നോക്കിക്കേ, ഇങ്ങനെ ഒരു ചതുരം, ഇങ്ങനെ ഒരു ചതുരം, ഇങ്ങനെ ഒരു ചതുരം, ഇങ്ങനെ 3 ചതുരങ്ങളാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ ചതുരത്തിൻ്റെയും ഓരോ വശങ്ങളുടെ നീളങ്ങൾ എഴുതാം നമുക്ക്. ഇവിടെ 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഈ വശവും ഓപ്പോസിറ്റ് വശവും 6 ആയിരിക്കും അല്ലേ? പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് 1 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താണ്? ആകെ വീതി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ മുകളിലും 2 സെന്റിമീറ്റർ അതിന് ശേഷവും, അപ്പോൾ 3 സെന്റിമീറ്റർ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളത് 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 1 സെന്റിമീറ്റർ ആണ്. പിന്നെ അടുത്ത ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. നീളം ഇവിടെ നിന്ന് ഇവിടേക്കാണ്. അതായത് 6 സെന്റിമീറ്ററിൽ നിന്ന് ഇവിടെയുള്ള ഒരു സെന്റിമീറ്റർ നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ 5 സെന്റിമീറ്റർ ആയിരിക്കും വീതി വരുന്നത്. ഓപ്പോസിറ്റ് അതുപോലെ തന്നെ 5 സെന്റിമീറ്റർ. ഇനി അടുത്ത ഈ ചതുരത്തിന്റെ വീതി 1 സെന്റിമീറ്ററും നീളം 4 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഈ 5 സെന്റിമീറ്ററിൽ നിന്നും ഇവിടെയുള്ള ഒരു സെന്റിമീറ്റർ ഭാഗം കട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ചതുരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ചുറ്റളവ് നമുക്ക് കാണാം. ചുറ്റളവ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ചുറ്റുമുള്ള ഈ ചതുരത്തിൻ്റെ ബോർഡറുകളുടെ അളവുകൾ കൂട്ടി നോക്കിയാൽ മതി അല്ലേ? അതായത് 4 കൂട്ടണം 6 കൂട്ടണം 1 കൂട്ടണം 2 കൂട്ടണം 1 കൂട്ടണം 4 എത്ര വന്നു മക്കളെ? 20 സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ്. ഇനി പരപ്പളവ് എങ്ങനെ കാണാം? ഓരോ ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണ്ട് അത് 3ഉം കൂടെ കൂട്ടി നോക്കിയാൽ പോരെ? ആദ്യത്തെ ചതുരത്തിൻ്റെ നമുക്ക് നോക്കാം. 6 നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അപ്പോൾ 6 ഗുണിക്കണം 1, അതാണ് ആദ്യത്തേതിൻ്റെ പരപ്പളവ്. രണ്ടാമത്തേത് 5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അപ്പോൾ 5 ഗുണിക്കണം 2. മൂന്നാമത്തേത് 4 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അപ്പോൾ 4 ഗുണിക്കണം 1. അപ്പോൾ ആകെ എത്രയുണ്ട്? കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 6 കൂട്ടണം 10 കൂട്ടണം 4 ആകെ 20 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് പരപ്പളവ്. ഇനി രണ്ടാമത്തെ രൂപം നോക്കൂ മക്കളെ. നമുക്കിവിടെ 4 സെൻറ്റിമീറ്റർ വീതി 5 സെൻറ്റിമീറ്റർ നീളം എന്നിങ്ങനെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള വശത്തിനും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്ററാണ് വീതിയുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെ വരും? നമുക്ക് ആദ്യം ഇതിനെ ചതുരങ്ങളാക്കി മാറ്റാം. ഇങ്ങനെ 3 ചതുരങ്ങളാക്കി മാറ്റാം. നമുക്ക് ഓരോ അളവുകളായിട്ട് എഴുതാം. ആദ്യത്തെ നോക്കൂ, ഇവിടെ 4 സെൻറ്റിമീറ്ററാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റും 4 സെൻറ്റിമീറ്ററിനായിരിക്കും അല്ലേ? പിന്നെ അതുപോലെ ഇവിടെ നിന്നും നമുക്ക് മുകളിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ നടുവിലായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്ററിൽ നിന്നും നടുവിലായിട്ട് 1 സെൻറ്റിമീറ്ററാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗത്തും 2 സെൻറ്റിമീറ്ററുകൾ വീതമായിരിക്കും വീതി വരുന്നത്. ഇനി നമുക്ക് ചുറ്റളവ് കാണാൻ എളുപ്പമല്ലേ മക്കളെ? ഈ ചതുരത്തിൻ്റെ ബോർഡറുകളിലുള്ള എല്ലാ അളവുകളും തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. അതായത് 4 കൂട്ടണം 5 കൂട്ടണം 4 കൂട്ടണം 2 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 2.
സമം 20 സെൻറ്റിമീറ്ററാണ് ചുറ്റളവ് വരുന്നത്. അടുത്തതായിട്ട് പരപ്പളവാണ് കാണേണ്ടത്. അതും സുഖമല്ലേ, നമ്മൾ 3 ചതുരാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് 3ഉം കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ ഒറ്റ ഉത്തരമാക്കിയിട്ട് പരപ്പളവാക്കിയിട്ട് എഴുതിയാൽ മതി. അതായത് ചതുരം ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് 4 ഗുണിക്കണം 2 ആണ്. രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമാണ്. അതായത് നീളം 3 സെൻറ്റിമീറ്റർ ആയതെങ്ങനെ, ആകെ 4 സെൻറ്റിമീറ്ററാണുള്ളത്, അവിടെ നിന്നും 1 സെൻറ്റിമീറ്റർ ഇവിടെ കട്ട് ചെയ്ത് മുകളിൽ ഒഴിവാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ പരപ്പളവ് 3 ഗുണിക്കണം 1 സമം 3 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. മൂന്നാമത്തെ ചതുരത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 4 ഗുണിക്കണം 2. അപ്പോൾ ആകെ 8 കൂട്ടണം 3 കൂട്ടണം 8. ആകെ പരപ്പളവ് സമം 19 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ഇനി മൂന്നാമത്തെ രൂപം നോക്കൂ മക്കളെ. ഇതിനാദ്യം നമുക്ക് 2 ചതുരങ്ങളാക്കിയിട്ട് മാറ്റാം. ഒന്നാമത്തേത് 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ചതുരം. രണ്ടാമത്തേതോ 1 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ചതുരം. അതായത് മുകളിലേക്ക് ആകെ 5 സെൻറ്റിമീറ്ററാണ് മുകളിലേക്കുള്ളത് ഉയരമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് നീളങ്ങൾ എങ്ങനെയൊക്കെയാണ് അളവുകൾ വരുന്നത് എന്ന് എഴുതാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, പിന്നെ ഇവിടെ എത്ര വരും, ആകെ 5 സെൻറ്റിമീറ്ററിൽ നിന്നും ഇവിടെ 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ താഴേക്ക് ആകെ 5 സെൻറ്റിമീറ്ററിൽ നിന്നും 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ് അളവുകൾ വരുന്നത്. അപ്പോൾ ചുറ്റളവ് നമുക്ക് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ പോരെ. ചുറ്റളവ് കൂട്ടണം 5 കൂട്ടണം 1 കൂട്ടണം 2 കൂട്ടണം 4 കൂട്ടണം 1 കൂട്ടണം 4 കൂട്ടണം 2 കൂട്ടണം 1 സമം 20 സെൻറ്റിമീറ്ററാണ്. ഇനി പരപ്പളവ് എങ്ങനെ കാണാം? ഈ 2 ചതുരങ്ങളുടെയും പരപ്പളവുകൾ സെപ്പറേറ്റ് കണ്ടിട്ട് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം സമം 5 സെൻറ്റിമീറ്ററും വീതി സമം 1 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 5 ഗുണിക്കണം 1. രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് നീളം 4 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമാണ്. സോ പരപ്പളവ് സമം 4 ഗുണിക്കണം 1. അപ്പോൾ 5 കൂട്ടണം 4 സമം 9 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് പരപ്പളവ്. അടുത്ത രൂപം നോക്കൂ മക്കളെ. ഇതാണ് രൂപം. ഇതിനെ ഞാൻ ആദ്യം ചതുരങ്ങളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഞാനിതാ ഇതിനെ ഇങ്ങനെ 4 ചതുരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഓരോ ചതുരത്തിൻ്റെയും അളവുകൾ സെപ്പറേറ്റ് എഴുതാം. ആദ്യത്തേത് ഇവിടെ താഴെ 5 സെൻറ്റിമീറ്ററാണ്, മുകളിലേക്ക് 1 സെൻറ്റിമീറ്റർ, പിന്നെ 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, പിന്നെ മുകളിലേക്ക് അത്1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള അളവുകൾ എന്താണ്, 1 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ. കണ്ടോ, മുകളിലുള്ളത് 3 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ ഓപ്പോസിറ്റും. അപ്പോൾ അത് 3 സെൻറ്റിമീറ്റർ, പിന്നെ 1 സെൻറ്റിമീറ്റർ, വീണ്ടും 3 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, പിന്നെയോ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. കാരണം താഴെ അതിന് നേരെ ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എല്ലാം കൂടെ കൂട്ടി നോക്കൂ മക്കളെ. ഇങ്ങോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ഉണ്ട് താഴേക്കല്ലേ. ആകെ കൂട്ടുമ്പോൾ നമുക്ക് 34 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത് ചുറ്റളവ് വരുന്നത്. ഇനി പരപ്പളവ് കാണാൻ നമുക്ക് ഈ ഓരോ ചതുരങ്ങളുടെ പരപ്പളവുകൾ കണ്ടിട്ട് അത് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി. ഞാനിവിടെ ചതുരങ്ങൾക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 1, 2, 3, അവസാനം നമ്മൾ വരച്ചത് 4, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, നീളം 4 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമാണ്. സോ പരപ്പളവ് 4 ഗുണിക്കണം 1 സമം 4 ആണ്. ചതുരം 2ൻ്റെ നീളം സമം 3 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമാണ്. സോ 3 ഗുണിക്കണം 1 സമം 3 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് പരപ്പളവ്. മൂന്നാമത്തെ ചതുരത്തിൻ്റേത് നീളം 4 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമാണ്. സോ പരപ്പളവ് 4 ഗുണിക്കണം 1 സമം 4 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. അവസാനത്തെ ചതുരത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 5 ഗുണിക്കണം 1 സമം 5 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ആകെ പരപ്പളവ് 4 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5, 16 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഈ രൂപത്തിൻ്റെ ആകെ പരപ്പളവ് എന്ന് പറയുന്നത്. അവസാനത്തെ രൂപം നോക്കൂ മക്കളെ. ഇത് സിമ്പിളാണ്. എല്ലാ വശവും നോക്കൂ. താഴെ തൊട്ട് തുടങ്ങാം. 2, 2, ഇങ്ങോട്ട് എന്തായിരിക്കും, 2 ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് 2 അല്ലേ. ഇവിടെ 2, ഇങ്ങോട്ട് 2 ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് 2 ആണ്. ഇവിടെ 2, 2, ഇവിടെ 2 ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് 2 ആണ്. 2, 2, ഇവിടെ 2 ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് 2 ആണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും എന്താണ്, 2 സെൻറ്റിമീറ്റർ വീതമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ചുറ്റളവ് കാണാൻ എളുപ്പമല്ലേ. എല്ലാം കൂടെ കൂട്ടി നോക്കുക. 2 കൂട്ടണം 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 2 സമം 24
സെൻറ്റിമീറ്ററാണ് ചുറ്റളവ് വരുന്നത്. ഇനി പരപ്പളവ് കാണാനോ? നമുക്കിതിനെ ചതുരങ്ങളായിട്ട് ഭാഗിക്കാം അല്ലേ. ഞാൻ 3 ചതുരങ്ങളാണ് ആക്കിയിട്ടുള്ളത്. മുകളിലേത് ചതുരം 1, 2, 3 അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് നോക്കൂ. നീളം 2 സെൻറ്റിമീറ്ററും വീതിയും 2 സെൻറ്റിമീറ്ററാണ്. സോ അതുകൊണ്ട് പരപ്പളവ് 2 ഗുണിക്കണം 2 ആണ്. പിന്നെ രണ്ടാമത്തെ ചതുരത്തിൻ്റേതോ നീളം എത്രയാണ് മക്കളെ? ഇവിടെ 2, പിന്നെ ഇവിടെ 2, ഇവിടെ 2. നീളം 6 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററുമാണ്. സോ 6 ഗുണിക്കണം 2 സമം 12 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് അതിൻ്റെ പരപ്പളവ്. മൂന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് നീളം സമം 2ഉം വീതി സമം 2ഉം ആണ്. സോ പരപ്പളവ് 2 ഗുണിക്കണം 2 ആണ്. അപ്പോൾ ആകെ പരപ്പളവ് 4 കൂട്ടണം 12 ഗുണിക്കണം 12 കൂട്ടണം 4 ആണ്. പരപ്പളവ് സമം 20 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. മനസ്സിലായോ മക്കളെ രൂപങ്ങളുടെ പരപ്പളവും ചുറ്റളവും എങ്ങനെ കാണാമെന്ന്? അവയെ ചതുരങ്ങളാക്കിയിട്ട് ഭാഗിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചെയ്ത ഈ പ്രവർത്തനം നല്ലതുപോലെ വീണ്ടും വീണ്ടും കണ്ടു നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചതുരക്കണക്കുകൾ എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പ്രധാനമായിട്ടും ചുറ്റളവും പരപ്പളവും അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നല്ലതുപോലെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്